ഇപ്പോൾ ഉള്ളത് ഹർഷീസ് വേൾഡിലാണ്. ഹർഷീസ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഹർഷീസ് എന്ന് പറയുന്ന ചോക്ലേറ്റ്, ഇപ്പോൾ പറയുകയാണെങ്കിൽ കിസ്സസ് ചോക്ലേറ്റ് കഴിക്കാത്തവരായിട്ട് അധികം ആൾക്കാർ ആരും ഉണ്ടാവില്ല. ഈ കിസ്സസ് ചോക്ലേറ്റൊക്കെ മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന ഹർഷീസ് എന്ന് പറയുന്ന ചോക്ലേറ്റ് ഭീമൻ്റെ വേൾഡിൽ നിന്നാണ്. അവരുടെ ഹർഷീസിൻ്റെ മെയിനായിട്ടുള്ളൊരു വേൾഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതിമനോഹരമായിട്ടുള്ള നയാഗ്രയുടെ കാഴ്ചകൾ നമ്മളെല്ലാവരും കണ്ടു കഴിഞ്ഞു. നയാഗ്ര വെള്ളച്ചാട്ടത്തിന് ഉള്ളോട്ട് തന്നെ നമ്മൾ ബോട്ടിൽ കയറി യാത്ര ചെയ്തു കഴിഞ്ഞു. അധികം മനോഹരമായിട്ടുള്ള ആ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ഇനി അടുത്ത ലൊക്കേഷനിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ അമേരിക്കൻ പര്യടനത്തിന്റെ അവസാന ഭാഗങ്ങളായ കുറച്ച് നാളുകൾ കൂടിയാണുള്ളത്. അപ്പം ഇനി നമ്മൾ പോകുന്നത് ഹാരിസ്ബർഗ് എന്ന് പറഞ്ഞിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ യാത്ര ആയിക്കൊണ്ടിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള പുൽമേടുകളും കൺട്രി സൈഡുകളൊക്കെ കടന്നുകൊണ്ടാണ് നമ്മുടെ യാത്ര. നമ്മളിപ്പോൾ ഉള്ളത് ടാക്കോ ബെൽ എന്നുള്ള ഒരു ഫുഡ് ശൃംഖലയിലാണ്. അതായത് മാക്ഡൊണാൾഡ്സ് ഒക്കെ പോലെ തന്നെ ടാക്കോ ബെൽ എന്ന് പറയുന്ന ഒരു ഭക്ഷ്യ ശൃംഖലയിൽ അടുത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. നമ്മളിപ്പം ഹാരിസ്ബർഗിലേക്കുള്ള യാത്രയുടെ മധ്യയാണ്. അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ സ്ഥലത്തും പച്ചപ്പാണ്. ഇതാണ് ടാക്കോ ബെൽ എന്ന് പറയുന്ന ഔട്ട്ലെറ്റ്. അപ്പോൾ അവിടെ തന്നെ മക്ഡൊണാൾഡ്സും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ എല്ലാം. നല്ല രസമുള്ള തണുപ്പും നല്ല കാലാവസ്ഥയും ഒക്കെ നല്ല രസമുണ്ട് ഇവിടെ കാണാനൊക്കെ ആയിട്ട്. നമ്മൾ ടാക്കോ ബെല്ലിലെ ഭക്ഷണം കഴിക്കാനായിട്ടാണ് ഇപ്പോൾ കയറുന്നത്. മെക്സിക്കൻ ഭക്ഷണങ്ങൾ ലഭ്യമാവുന്ന അമേരിക്കയിലെ ഒരു റെസ്റ്റോറൻറ്റ് ശൃംഖലയാണ് ടാക്കോ ബെൽ. അങ്ങനെ ടാക്കോ ബെൽ ഔട്ട്ലെറ്റിലെ കാഴ്ചകളാണ്. അമേരിക്കയുടെ ഏറ്റവും മികച്ചൊരു ഭക്ഷ്യ ശൃംഖലയാണത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രത്യേകമായിട്ടുള്ള ഐറ്റം. ചിക്കൻ ഉണ്ട്, അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, സോസുകൾ വെറൈറ്റി ആയിട്ടുള്ള, പിന്നെ കുറച്ച് ഡ്രിങ്ക്സും. ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ അവിടുന്ന് നമുക്ക് എടുക്കാം. ഈ ഒരു മിഷീനുള്ളിൽ നിന്ന് നമുക്ക് എടുക്കാം, എത്ര വേണമെങ്കിൽ എടുക്കാം. അൺലിമിറ്റഡ് ഡ്രിങ്കാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ടാക്കോ ബെല്ലിലെ മെക്സിക്കൻ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ മെക്സിക്കൻ ഫുഡ്. അമേരിക്കയിൽ വന്ന് കഴിച്ചതിൽ ഏറ്റവും മികച്ചൊരു ഭക്ഷണമായിരുന്നു ടാക്കോ ബെല്ലിലെ ഭക്ഷണം. അങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം വീണ്ടും ഒരു ഹൈവേയിൽ നമ്മൾ സൈഡാക്കി നിർത്തിയിരിക്കുകയാണ്. നല്ല രസമുള്ള ഏരിയ ആണ്. ഇപ്പോൾ വരുന്ന ഭാഗത്തുള്ള കൺട്രി സൈഡൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്ന് പോയി സത്യം പറയുകയാണെങ്കിൽ. കാരണം ഒരു രക്ഷയില്ല, അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്വിറ്റ്സർലാൻഡിലും അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലും ഒക്കെ കണ്ട പോലെ തന്നെ അതിമനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. തണുപ്പുമുണ്ട് നല്ലപോലെ. ഇവിടെ ഒരു റെസ്റ്റ് റൂമും കാര്യങ്ങളൊക്കെ എല്ലാ ഇങ്ങനത്തെ റെസ്റ്റിംഗ് പ്ലേസിലുണ്ട്. ഇത് ട്രക്ക് ബേ ആണ് ശരിക്കും പറയുകയാണെങ്കിൽ. ട്രക്കിൻ്റെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സ്ഥലമാണ്. അവരുടെ സവാരി എന്തായാലും ഒരു പെറ്റ് അവരുടെ കൂടെ ഉണ്ടാവും. പിന്നെ പുറകിലേക്കൊക്കെ നോക്കുക. വാവ്, ചുവന്ന ഇലകളൊക്കെ ആയിട്ട്, ഇല കൊഴിയുന്നതിന് മുമ്പുള്ള ഇലകളാണെന്ന് തോന്നുന്നുണ്ട്. ഇതൊക്കെ ഇല കൊഴിഞ്ഞു പോയി. ഇവിടുത്തെ കൺസ്ട്രക്ഷൻ രീതിയും ഈ പ്രകൃതിയും അതിൻ്റെ പച്ചപ്പും ഇതെല്ലാം കൂടി വളരെ രസകരമാണ്. ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആളുകൾക്ക് വൈകിട്ട് സമയം ചെലവഴിക്കാനുള്ളൊരു പാർക്ക് പോലെയൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അമേരിക്കയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഭൂപ്രകൃതിയുള്ള ഒരു സ്റ്റേറ്റാണ് പെൻസിൽവാനിയ. ഈ ഒരു സ്റ്റേറ്റിലേക്കാണ് ഇപ്പം നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സ്റ്റേറ്റിലെ അതിമനോഹരമായിട്ടുള്ള കൺട്രി സൈഡുകളൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ വിശാലമായ റോഡുകൾ, വളരെ ഭംഗിയുള്ള കെട്ടിടങ്ങൾ, പച്ച പുതച്ച് കിടക്കുന്ന ഈ ഒരു കുന്നിൻ ചെരുവുകളും അതുപോലെ തന്നെ വീടുകളൊക്കെ നിറഞ്ഞു കിടക്കുന്ന പ്രകൃതി മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളും ഒക്കെയാണ് ഈ പെൻസിൽവാനിയയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഒരു സ്ഥലം കണ്ടപ്പോൾ തന്നെ ഞാൻ ആഗ്രഹിച്ചത് താമസിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ താമസിക്കേണ്ടതെന്ന് തന്നെയാണ്. നമുക്ക് കാണാം ഇപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീടുകളും ഒക്കെ തന്നെ നമ്മൾ ഒരുപാട് ഇംഗ്ലീഷ് മൂവികളിലൊക്കെ നമ്മൾ കണ്ട് സുപരിചിതമായിട്ടുള്ള കാഴ്ചകളൊക്കെ തന്നെയാണ്.
ഇതൊക്കെ ശരിക്കും പറയുന്ന ഒരു ക്യാൻവാസിൽ വരച്ചിരിക്കുന്ന ചിത്രങ്ങൾ പോലെയാണ് നമുക്ക് ഇത് കാണുമ്പോൾ തോന്നുക. എല്ലാ വീടുകൾക്കും അതിൻ്റെതായ ഒരു ഭംഗിയും പ്രൗഢിയും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വെള്ള കളറിലുള്ള പെയിന്റുകളും അതുപോലെ തന്നെ ഹാഷ് കളറിലുള്ള പെയിന്റുകളും റെഡ് കളറിലുള്ള പെയിന്റുകളും ഒക്കെ പലതരത്തിലുള്ള പെയിന്റിങ്ങുകളൊക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ട് മരത്തിൽ തീർത്തിരിക്കുന്ന വീടുകളിലാണ് ഇവർ താമസിക്കുന്നത്. എത്ര ഭംഗിയാണിത് കാണാൻ എന്നുള്ളതാണ്. എല്ലാ വീടിന്റെയും മുന്നിലായിട്ട് ഒരു അമേരിക്കയുടെ ഫ്ലാഗും ഒക്കെ അവർ പതിപ്പിച്ചിട്ടുണ്ട്. രാജ്യസ്നേഹം അവര് അതിൽ തന്നെ കാണുന്നുണ്ട്. ഇവിടെ മറ്റ് രാജ്യങ്ങളിലെ പോലെയല്ല, ഇവിടെ അമേരിക്കയുടെ ഫ്ലാഗ് ഉപയോഗിക്കുന്നതിൽ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാ വീടുകളിലും ഇത് ഉപയോഗിക്കുന്നതിൽ അവർക്കൊരു തടസ്സവും ഇല്ല. അതിമനോഹരമായിട്ടുള്ള ഭൂപ്രകൃതികളൊക്കെ കടന്നുകൊണ്ടാണ് നമ്മുടെ യാത്ര. ഔദ്യോഗികമായിട്ട് ഈ ഒരു സ്റ്റേറ്റ് അറിയപ്പെടുന്നത് കോമൺവെൽത്ത് ഓഫ് പെൻസിൽവാനിയ എന്നാണ്. ഈ ഒരു സ്റ്റേറ്റ് അതിർത്തി പങ്കിടുന്നത് വ്യത്യസ്തമായിട്ടുള്ള മറ്റ് കുറെ സ്റ്റേറ്റുകളുമായിട്ടാണ്. അതിൽ ഒന്നാണ് മേരിലാൻഡ് എന്ന് പറയുന്ന ഒരു സ്ഥലം, അതുപോലെ തന്നെ വെർജീനിയ എന്ന് പറയുന്ന സ്ഥലം, അതേപോലെ തന്നെ കനേഡിയന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒന്റോറിയോയും ഒക്കെ, അതുപോലെ തന്നെ ന്യൂയോർക്ക്, ഇതൊക്കെ ആയിട്ട് ന്യൂജേഴ്സി, ഇതൊക്കെ ആയിട്ട് അതിർത്തി പങ്കിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ് തന്നെയാണ് ഈ ഒരു പെൻസിൽവാനിയ എന്ന് പറയുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത് ഇവിടുത്തെ താമസ സൗകര്യങ്ങളും ജീവിത സാഹചര്യങ്ങളും ഒക്കെ തന്നെയാണ്. മനോഹരവും അതുപോലെ തന്നെ വളരെ അത്ഭുതപ്പെടുത്തുന്നതുമായിട്ടുള്ള കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ആളുകൾ ജീവിക്കാൻ കൊതിക്കുന്ന ഭൂമിയിലെ സ്വർഗം പോലെയുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത്. അമേരിക്കയിലെ ഏറ്റവും ജനസംഖ്യയുള്ള 5ാമത്തെ ഒരു സംസ്ഥാനമാണ് പെൻസിൽവാനിയ എന്ന് പറയുന്നത്. ഏകദേശം 2020 കണക്കനുസരിച്ച് 13 ദശലക്ഷത്തിലധികം ആളുകളാണ് ഇവിടെ താമസിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പെൻസിൽവാനിയയുടെ ഭൂമിശാസ്ത്രം വളരെ വൈവിധ്യം നിറഞ്ഞതാണ്. അപ്പലാച്ചിയൻ പർവ്വതനിരകളാണ് ഈ ഒരു സംസ്ഥാനത്തിന്റെ മധ്യത്തിലൂടെ കടന്നു പോകുന്നത്. അതുപോലെ തന്നെ അലഗനിയും അതുപോലെ പോക്കോണോ പർവ്വതനിരയും ഇതിന്റെ വടക്ക് കിഴക്കൻ ഭാഗങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുകയാണ്. ഈ സംസ്ഥാനത്തിന്റെ 60% വനമേഖലയാണുള്ളത് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഏകദേശം 225 കിലോമീറ്ററോളം 2 നദികളാണ് വ്യാപിച്ചു കിടക്കുന്നത്. അതായത് ഡെലവയർ നദിയും അതുപോലെ തന്നെ എറി തടാകവുമാണ് ഇതിന്റെ ഒരു 225 കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അമേരിക്ക രൂപീകരിക്കപ്പെട്ടപ്പോഴുള്ള ആദ്യത്തെ 13 ബ്രിട്ടീഷ് കോളനികളിൽ ഒന്നായിരുന്നു ഈ പെൻസിൽവാനിയ എന്നുള്ള പ്രദേശം. ഈ ഒരു സംസ്ഥാനത്തിലെ ഏറ്റവും വലിയൊരു നഗരമാണ് ഫിലാഡൽഫിയ. നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും, അങ്ങ് ഫിലാഡൽഫിയയിലാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ അവിടെയാണ് താമസിക്കുന്നത് എന്നൊക്കെ നമ്മുടെ നാട്ടിലെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. ഈ ഫിലാഡൽഫിയയും സന്ദർശിക്കാനുള്ള ഒരു ഭാഗ്യം നമ്മൾക്കുണ്ട് ഈ ഒരു യാത്രയിൽ. അപ്പൊ അതിന്റെ വിഷ്വൽസും ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു തരാം. അമേരിക്കയുടെ സ്വാതന്ത്ര്യത്തിന്റെ നിർണായകമായിട്ടുള്ള പല കാര്യങ്ങളും അരങ്ങേറിയത് ഈ ഫിലാഡൽഫിയയിലാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത് ഉൾക്കൊള്ളുന്ന വലിയൊരു സംസ്ഥാനം തന്നെയാണ് ഈ ഒരു പെൻസിൽവാനിയ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ സംസ്ഥാനം. കാർഷിക ഉൽപാദന മേഖലയിൽ പെൻസിൽവാനിയ 19ാം സ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ മെയിൻ ആയിട്ടുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് കൂണിന്റെ ഉൽപാദനമാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ആപ്പിള്, പിന്നെ ക്രിസ്മസ് ട്രീകള്, പിന്നെ കോഴികളുടെ കൃഷി, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നഴ്സറി, പാല്, ഇങ്ങനെയുള്ള ധാന്യങ്ങള്, മുന്തിരി, ഇതെല്ലാം ഇവിടുത്തെ ഒരു കാലാവസ്ഥയുടെ തന്നെ പ്രത്യേകതകളായിരിക്കാം. ഇവിടെ എങ്ങനെയുള്ള വിളകളൊക്കെ ഉണ്ടാവുന്നതും ഒക്കെ ഈ ഒരു കാലാവസ്ഥയുടെ തന്നെ പ്രത്യേകതകളായിരിക്കാം. ഇതെല്ലാം നടക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ഭൂപ്രകൃതിയാണ് ഈ പെൻസിൽവാനിയ എന്നുള്ള പ്രദേശം. നമ്മൾ ഈ ഒരു ബസ്സിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ തന്നെ ശരിക്കും നമ്മൾ വളരെ പ്ലസന്റ് ആയി പോവാണ് ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട്. വളരെ പച്ച പുതച്ച് കിടക്കുന്ന ഈ ഒരു സംസ്ഥാനത്തിന്റെ വിവിധ പാതകളും മലഞ്ചെരിവുകളും ഇതൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മുടെ യാത്ര എന്നുള്ളതാണ്. ഇത് കാണുക എന്നുള്ളത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുകയാണ്. പെൻസിൽവാനിയയുടെ മറ്റൊരു പ്രധാന കാര്യം ഇവിടെ ചൂതാട്ടം നിയമവിധേയമാണ് എന്നുള്ളതാണ്. അതായത് കാസിനോസ് ഇവിടെ നിയമവിധേയമാണ്. ഇവിടെയുള്ള ആളുകൾ കാസിനോയിലും സമയം ഒരുപാട് കാശും ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ. ഏകദേശം 16ഓളം കാസിനോകൾ ഈ ഒരു സംസ്ഥാനത്തുടനീളമായിട്ട് ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത.
അതിമനോഹരമായിട്ടുള്ള ഈ നദിക്കരയിലൂടെയുള്ള ഈ ഒരു യാത്ര ഒരു രക്ഷയില്ല. നമുക്ക് ഒന്നും പറയാനില്ല. പ്രത്യേകിച്ച് ഒരു സൈഡിലായിട്ട് നദിയും അപ്പുറത്തെ സൈഡിലായിട്ട് അതിമനോഹരമായിട്ടുള്ള കെട്ടിടങ്ങളുമാണ്. ഹാരിസ്ബർഗ് എന്നുള്ള സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇപ്പൊ ഏകദേശം ഹാരിസ്ബർഗിന്റെ ഭൂപ്രകൃതിയാണ് നമ്മളിവിടെ കാണുന്നത്. അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതി, അവിടുത്തെ ടൗൺഷിപ്പും ഒക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായിട്ടുള്ള കെട്ടിടങ്ങളും ഒരു നദിക്കരയിലുള്ള ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു ടൗൺഷിപ്പാണിത്. നമ്മളിപ്പം പെൻസിൽവാനിയയുടെ ക്യാപിറ്റലായ ഹാരിസ്ബർഗിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മൾ ഏകദേശം 5-6 മണിക്കൂർ നേരത്തെ ഡ്രൈവ് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ വൈകിട്ട് സമയം ഏകദേശം 6 മണി കഴിഞ്ഞു. അതായത് ഇന്ത്യൻ ടൈം രാവിലെ ഏകദേശം വരുന്നത് 4 മണിയായിരിക്കും, അല്ല 3 മണിയായിരിക്കും. 3 മണിക്കൂറിൻ്റെ ഡിഫറൻസാണ്. 3 മണിക്കൂറിൻ്റെ അല്ല, 24 മണിക്കൂറിലധികം ഡിഫറൻസ് ഉണ്ട് ഇവിടെ. അപ്പോൾ എനിവേ നമ്മളിപ്പോൾ ഹാരിസ്ബർഗിലാണുള്ളത്. ഹാരിസ്ബർഗിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾ വരുന്ന വഴിക്ക് കണ്ടിട്ടുണ്ടാവും. അതിമനോഹരമാണ് കാഴ്ചകൾ, ഒരു സംശയവുമില്ല. വീടുകളൊക്കെ കണ്ടിട്ട് തന്നെ നമുക്ക് കണ്ണ് മഞ്ഞളിച്ച് പോകും. ശരിക്കും പറയുകയാണെങ്കിൽ അമേരിക്കയിൽ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള, ഏറ്റവും ഭംഗിയുള്ള ഒരു സ്റ്റേറ്റാണ് പെൻസിൽവാനിയ. പെൻസിൽവാനിയയിലെ ഓരോ കാഴ്ചകളും നമുക്ക് വളരെയധികം രസകരമാണ്. അത്രയും ഭംഗിയാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഇനിയും കൂടുതൽ കാഴ്ചകളും നമുക്കിനി കാണാം. അപ്പോൾ ഇപ്പോൾ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഹോട്ടൽ, ക്ലാരിയോൺ ഹോട്ടൽ. ഈ ഹോട്ടലിലാണ് ഇന്ന് നമ്മൾ താമസിക്കുന്നത്. ഇന്ന് നൈറ്റ് ഇവിടെ താമസിക്കും. നാളെ നേരെ നമ്മൾ വാഷിങ്ടണിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. പിന്നെ ന്യൂയോർക്കിലാണ് പിന്നെ അടുത്ത താമസം. അടിപൊളി ഒരു ഹോട്ടൽ തന്നെയാണ്. ചുറ്റും ഏരിയകളൊക്കെ നോക്കുക, എല്ലാ സ്ഥലത്തും ഇങ്ങനെ പച്ച പുതച്ച് കിടക്കുകയാണ്. നല്ല ക്ലൈമറ്റുമാണ്. നല്ല രസമുള്ളൊരു തണുപ്പൊക്കെ ആയിട്ട് നല്ല ക്ലൈമറ്റൊക്കെയാണ് ഇവിടെ. ഗുഡ് മോർണിംഗ് ഹാരിസ്ബർഗ്. നമ്മളിപ്പോൾ ഉള്ളത് ഹാരിസ്ബർഗിലാണ്. ഹാരിസ്ബർഗിലെ ഒരു തണുത്ത പ്രഭാതത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇല്ല, ഹാരിസ്ബർഗിലെ ഒരു തണുത്ത പ്രഭാതത്തിലാണ്. ഗുഡ് മോർണിംഗ് ഹാരിസ്ബർഗ്. നമ്മളിപ്പോൾ ഉള്ളത് ഹാരിസ്ബർഗ് എന്ന ഫിലാഡൽഫിയയുടെ തലസ്ഥാനത്തിൽ ഒരു തണുത്ത പ്രഭാതത്തിലാണ്. പക്ഷെ നല്ല വെയിലൊക്കെ ഉണ്ട് നമുക്ക് കാണാം. പക്ഷേ നല്ല തണുപ്പാണ്. ഏകദേശം 1 ഡിഗ്രി തണുപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. നല്ല അടിപൊളി ക്ലൈമറ്റും അടിപൊളി ലുക്കുമുള്ളൊരു സ്ഥലമാണ് ഈ ഹാരിസ്ബർഗ് എന്ന് പറയുന്നത്. ഇന്നലെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ കാണിച്ചു വരുന്ന വഴിക്ക് അത് നമുക്ക് നോക്കാം. ഒരുപാട് ഭംഗിയുള്ള മരങ്ങളും പൂക്കളും അതിന് ചാരുതയേകുന്ന തരത്തിലുള്ള ബിൽഡിങ്ങുകളും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. നല്ല അടിപൊളി വ്യൂ ആണ് ഹാരിസ്ബർഗ്. വാവ്, ഇത്രയും ഭംഗിയുള്ള വിവിധങ്ങളായ കളറിലുള്ള മരങ്ങൾ നമുക്ക് പുറകിൽ കാണാം. ഒരു ചുവപ്പ് മരം, അതുപോലെ തന്നെ ഇവിടെ ഒരു വെള്ള കളറിലുള്ള മരം. ഒക്കെ പൂവുകളാണ്, ചുവന്ന പൂവുകളും ഇലകളും അതുപോലെ തന്നെ വെള്ള പൂവുകളും ഒക്കെ ആയിട്ടാണ് ഒരുപാട് മരങ്ങളുള്ളത്. നല്ല ഭംഗിയായിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ച വിരിച്ച് കിടക്കുന്ന പുൽത്തകിടികളാണ് മറ്റൊരു പ്രത്യേകത. ഈ പുൽത്തകിടികളൊക്കെ ചെത്തി മിനുക്കി ഒരുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ നിയമപരമായിട്ട് ഇവരിവിടെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാരണം ഇവിടുത്തെ ഭംഗി നിലനിർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് സൂപ്പറായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ. ഇതെല്ലാം ഇവിടുത്തെ കാലാവസ്ഥയുടെ പ്രത്യേകതകൾ കൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ഇത്രയും പ്രകൃതി മനോഹരമായിട്ട് തന്നെ ഇവിടെ നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ എല്ലാ സ്ഥലത്തും നമുക്ക് കാണുന്ന ഫ്ലവേഴ്സ് ആണ് ഇതെല്ലാം. നമ്മുടെ നാട്ടിലൊക്കെ തെച്ചിപ്പൂവുകളൊക്കെ കാണുന്നത് പോലെയാണ് ഇവിടെ എല്ലാ ടുലിപ്സുകളൊക്കെ എല്ലാ സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി നമ്മൾ പോകുന്നത് ഈ ഒരു ഹാരിസ്ബർഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ്. ഹർഷീസിന്റെ കിങ്ഡത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഹർഷീസിന്റെ കൂടുതൽ കാഴ്ചകൾ നമുക്കിനി കാണാൻ പോകുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഉള്ളത് ഹർഷീസ് വേൾഡിലാണ്. ഹർഷീസ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഹർഷീസ് എന്ന് പറയുന്ന ചോക്ലേറ്റ്, ഇപ്പോൾ പറയുകയാണെങ്കിൽ കിസ്സസ് ചോക്ലേറ്റ് കഴിക്കാത്തവരായിട്ട് അധികം ആൾക്കാർ ആരും ഉണ്ടാവില്ല. ഈ കിസ്സസ് ചോക്ലേറ്റൊക്കെ മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന ഹർഷീസ് എന്ന് പറയുന്ന ചോക്ലേറ്റ് ഭീമൻ്റെ വേൾഡിൽ നിന്നാണ്.
അവരുടെ ഹർഷീസിൻ്റെ മെയിനായിട്ടുള്ളൊരു വേൾഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട്, അതുപോലെ തന്നെ റിസോർട്ട്സ് ഉണ്ട്, അമ്യൂസ്മെൻറ്റ് പാർക്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഹർഷീസിൻ്റേതായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഹർഷീസിൻ്റെ ഈ ഒരു വേൾഡ് കാണാനും അതുപോലെ തന്നെ ഇവിടുത്തെ ചോക്ലേറ്റ് ഫാക്ടറി സന്ദർശിക്കാനും എങ്ങനെയാണ് ഇവർ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ നേരെ ഓപ്പോസിറ്റ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണാം കുറേ ബിൽഡിങ്സൊക്കെ കാണാം. ഇത് ഹർഷീസിൻ്റെ റിസോർട്ട്സ് ആണ് ഈ ഒരു ഭാഗത്തുള്ളത്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ അമ്യൂസ്മെൻറ്റ് പാർക്ക്, നമുക്കവിടെ വീലൊക്കെ കാണാം, ഫെറി വീലൊക്കെ കാണാം. ഇതൊക്കെ അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. ഇപ്പോൾ നമ്മളുള്ളത് ചോക്ലേറ്റ് വേൾഡിൻ്റെ മുന്നിലാണ്. ജീസസിൻ്റെയൊക്കെ ഒരു പ്രതിമ അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. നോക്കുക, ചോക്ലേറ്റ് ലൈൻ. ഇത് ചോക്ലേറ്റിൻ്റെ ഒരു വേൾഡ് തന്നെയാണ്. വിവിധങ്ങളായ വ്യത്യസ്തങ്ങളായ ചോക്ലേറ്റുകൾ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത ഹർഷീസിൻ്റെ ഫാക്ടറി അതാണ് പെൻസിൽവാനിയയിൽ ഉള്ള ഹാരിസ്ബർഗിലുള്ള ഈ ഒരു ചോക്ലേറ്റ് ഫാക്ടറി എന്ന് പറയുന്നത്. ഹർഷീസ് എന്നൊരു ഫാമിലി ഇവിടെ വന്ന് താമസിക്കുകയും അവർ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ സ്പ്രെഡ് ആവുകയും അതിനുശേഷം ഇതൊരു വേൾഡായി മാറുകയാണ്. ഒരുപാട് മേഖലകളിൽ ഇവർ കയ്യൊപ്പ് പതിക്കുകയും ഈ ഒരു ഏരിയ മുഴുവൻ ഹർഷീസ് എന്ന് അറിയപ്പെടാൻ തുടങ്ങുകയും ചെയ്തു. ഇതാണ് ഹർഷീസിൻ്റെ വിജയകഥ. മെയിനായിട്ട് ഇവരുടെ എല്ലാ സ്ഥലത്തും നമുക്ക് കിസ്സസിൻ്റെ മോഡൽ കാണുന്നുണ്ട്. ഈ വ്യത്യസ്തങ്ങളായ ചോക്ലേറ്റ്, ലോകത്തിൻ്റെ രുചി അത് ഇവിടെ നിന്നാണ് വരുന്നത്.